ഹലോ ഗൈസ്, KSRTC നിലമ്പൂർ ഡിപ്പോയുടെ ആഭിമുഖ്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന ചില വിനോദസഞ്ചാരങ്ങളുടെ ഭാഗമായാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലേക്കുള്ള ഞങ്ങളുടെ ഇന്നത്തെ യാത്ര സംഘടിപ്പിച്ചുള്ളത്. 36 പേരടങ്ങുന്ന 36 മുതിർന്ന ആളുകളും 4 കുട്ടികളും അടങ്ങുന്ന ഈ യാത്രാ സംഘത്തിൽ വളരെ നല്ല രീതിയിൽ കൃത്യതയോടുകൂടി ഈ യാത്ര സംഘടിപ്പിക്കാൻ നിലമ്പൂർ KSRTC ഡിപ്പോയ്ക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയാവുന്നതാണ്. ഈ യാത്രയെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കുന്നത്. രാവിലെ 5 മണിക്ക് നിലമ്പൂർ KSRTC ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ വണ്ടൂർ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നായി അംഗങ്ങൾ ടീമിൽ ചേർന്നു. പ്രവാസികൾ മുതൽ വീട്ടമ്മമാർ വരെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് യാത്രയിൽ പങ്കെടുത്തു. പാലക്കാട് എത്തുന്നതിന് മുമ്പായി പ്രഭാത ഭക്ഷണം കഴിച്ചു. പ്രസിദ്ധമായ നെന്മാറ വല്ലങ്കി ടൗൺ പിന്നിട്ട് യാത്ര തുടർന്നു. പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കുവാൻ ഈ യാത്രയിൽ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. പ്രസിദ്ധമായ നെന്മാറ വല്ലങ്കി ടൗൺ പിന്നിട്ട് യാത്ര തുടർന്നു. പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ ഈ യാത്രയിൽ അവസരം ലഭിച്ചു. ചെക്ക് പോസ്റ്റ് കടന്നു വേണം നെല്ലിയാമ്പതിയിലേക്ക് എത്തിച്ചേരാൻ. വാഹനത്തിൻ്റെ വിവരങ്ങൾ ഇവിടെ സമർപ്പിക്കണം. 3 മണിക്ക് ശേഷം പ്രവേശനം ക്രമീകരിച്ചിരിക്കുന്നു. നെന്മാറയിൽ നിന്ന് 28 കിലോമീറ്റർ ദൂരമുണ്ട് നെല്ലിയാമ്പതിയിലേക്ക്. പ്രകൃതി ഭംഗികളുടെ മനോഹരമായ യാത്ര എക്കാലത്തും ഓർമ്മിക്കപ്പെടും. ഇക്കഴിഞ്ഞ മഴക്കാലത്ത് 3 ഇടങ്ങളിലായി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. യാത്രയിൽ സിംഹവാലൻ കുരങ്ങളെയും മറ്റ് ധാരാളം കാട്ടുമൃഗങ്ങളെയും കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് സൺറൈസ് വ്യൂ പോയിന്റിലാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ് സൺറൈസ് വ്യൂ പോയിന്റിൽ ലഭിക്കുന്നത്. ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് ഈ സൺറൈസ് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം. വരയാടുകൾ മേഞ്ഞു നടക്കുന്ന പാറക്കൂട്ടുകൾ ധാരാളം ഇവിടെ കാണാൻ പറ്റും. എല്ലാ സഞ്ചാരികളും കുറച്ച് സമയം ഇവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തും അതിനുശേഷം മാത്രമാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്ര തുടരുന്നത്. നെല്ലിയാമ്പതി ടൗണിലെത്തിയതിനു ശേഷം പിന്നെ ഞങ്ങൾ പോയത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. വളരെ ദുർഘടം പിടിച്ച ഒരു യാത്രയാണ് ഈ സീതാർകുണ്ടിലേക്കുള്ളത്. നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരണമെങ്കിൽ 3-4 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തു വേണം എത്തിച്ചേരാൻ. വളരെ വീതി കുറഞ്ഞ റോഡായത് കാരണം ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റോഡിനിരുവശവും ധാരാളം തേയിലത്തോട്ടങ്ങളും അതേപോലെ യൂക്കാലി മരങ്ങളും ജീവനക്കാരുടെ താമസ കേന്ദ്രങ്ങളും ഇവിടെ നിങ്ങൾക്ക് ധാരാളമായി കാണാൻ സാധിക്കും. വീതി കുറഞ്ഞ റോഡായത് കാരണം ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സഞ്ചാരികൾക്ക് ട്രെക്കിങ്ങിന് ആവശ്യമായ ജീപ്പ് സൗകര്യം നെല്ലിയാമ്പതി ടൗണിൽ നിന്നും ലഭ്യമാണ്. സീതാർകുണ്ടിലേക്കുള്ള യാത്ര പോപ്സൺ ടീ എസ്റ്റേറ്റിലൂടെയാണ്. കാപ്പിത്തോട്ടങ്ങൾ സമൃദ്ധമായി വളരുന്ന ഒരു പ്രദേശമാണ് പോപ്സിൻ്റെ അതിനുള്ള ഈ മേഖല. 1 വേ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്ത് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ആടിയും പാടിയും പാട്ടും കളികളുമായി ഞങ്ങൾ അങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. ഞങ്ങളുടെ വാഹനം ഒരു അരികെ പറ്റി പാർക്ക് ചെയ്തു. ധാരാളം സന്ദർശകർ അപ്പോഴേക്കും ഇവിടെ എത്തിയിരുന്നു. സാധാരണക്കാരുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് സഞ്ചാരികളെ മാടി വിളിക്കുന്നു. ഇവിടുത്തെ നെല്ലിമരം വളരെ പ്രസിദ്ധമാണ്. ഓണത്തിൻ്റെ അവധിയായത് കാരണം ധാരാളം സഞ്ചാരികൾ സീതാർകുണ്ട് സന്ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിപ്പെടുന്നു. സീതാർകുണ്ടിലെ ആത്മഹത്യാ മുനമ്പിൽ നിന്ന് കൊല്ലങ്കോട് ടൗണിൻ്റെ വിദൂര ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. മിക്കവാറും സമയം കോട മൂടിയിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ പാലക്കാടിൻ്റെ കൊല്ലങ്കോടിൻ്റെ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. സംരക്ഷണ വേലി നിർമ്മിച്ചിട്ടുണ്ട്, എങ്കിലും തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ട്രെക്കിംഗ് മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ അത് ഒരു ദുരന്തമാകാതിരിക്കാൻ പരമാവധി സഞ്ചാരികൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇപ്പോൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് ഏറ്റവും മനോഹരമായ നെല്ലിമരം, അതിൻ്റെ പ്രതീകമായ നെല്ലിമരം നമുക്ക് കാണാൻ സാധിക്കും.
സീതാർകുണ്ടിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് കുറച്ച് സമയം ഞങ്ങളവിടെ ചെലവഴിച്ച് തിരികെ നെല്ലിയാമ്പതി ടൗണിലേക്ക് തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ നെല്ലിയാമ്പതി ടൗണിലുള്ള ഗവൺമെൻറ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഫാം ആണ് സന്ദർശിച്ചത്. വളരെ മനോഹരമായ രീതിയിൽ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ തോട്ടത്തിൽ ധാരാളം ഫാഷൻ ഫ്രൂട്ടുകളും ഓറഞ്ച് മരങ്ങളും കാണപ്പെടുന്നുണ്ട്. ധാരാളം പുഷ്പങ്ങളും പുഷ്പച്ചെടികളും ആമ്പൽക്കുളങ്ങളും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ആമ്പൽക്കുളവും ഏറുമാടങ്ങളും ഓറഞ്ച് തോട്ടങ്ങളും മറ്റും കണ്ടതിന് ശേഷം ഞങ്ങൾ തിരികെ മടക്കയാത്ര ആരംഭിച്ചു. മടക്കയാത്രയിൽ കേശവൻപാറയും AVTT ഫാക്ടറിയും കണ്ടു. ഒരു ദിവസം പരിപൂർണമായും ശരിയായ രീതിയിൽ ചെലവഴിക്കാനായതിന് സന്തോഷത്തിൽ ഞങ്ങൾ മടങ്ങി.